സ്റ്റീരിയോ ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ കോമ്പണൻസ് ആണ് വേണ്ടത്, അതേപോലെ തന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മിസ്റ്റർ JBയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് നമ്മളിവിടെ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 2N3773 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ ബോർഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ആംപ്ലിഫയറാണ്. അതായത് അങ്ങനെയുള്ള ഒരു ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം, അതേപോലെ അതിൻ്റെ പ്രൈസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. അതായത് ഞാൻ പറയുന്നത് ഒരു ആവറേജ് പ്രൈസാണ്, അതായത് എനിക്ക് ആയ പ്രൈസാണ്. പക്ഷേ ഈ പറയുന്ന ലൊക്കാലിറ്റി മാറുന്നതനുസരിച്ച് പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. ചില സാധനങ്ങൾക്ക് എസ്പെഷ്യലി ട്രാൻസ്ഫോമറുകൾക്കൊക്കെ ഇരട്ടി വിലയായിരിക്കും. നമ്മളിപ്പം 700 രൂപയുടെ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ചില സ്ഥലങ്ങളിൽ അത് 1400 രൂപ, ആ ഒരു രീതിയിൽ അത്രയും പ്രൈസേക്ക് നമുക്ക് ചില സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു ആവറേജ് ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, നിങ്ങൾ സ്ഥിരം ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം. കാരണം സ്ഥിരം ചെയ്യുന്നവർക്ക് ഇതിൻ്റെ പ്രൈസ് വേരിയേഷനും എവിടെയൊക്കെ കിട്ടും എന്നുള്ളതെല്ലാം അറിയാൻ പറ്റും. നിങ്ങളൊരു ബിഗിനറാണ്, സ്വന്തമായിട്ടൊരു ആംപ്ലിഫയർ അസംബ്ലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക. അപ്പം ഇതുപോലെ നമ്മളൊരു എസ് ടി കെ ആംപ്ലിഫയർ ചെയ്യുകയാണെങ്കിൽ അതിന് എന്തൊക്കെ വേണമെന്നുള്ളതും അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് അറിയാനുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതേപോലെ നമ്മൾ വേറെണ്ണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ചെയ്യാൻ പോകുന്ന ആംപ്ലിഫയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു ബോക്സിലേക്ക്, ഇതിപ്പോൾ ഒരു പ്രഷർ കുക്കറിൻ്റെ ബോക്സാണ്, ഇതിനുള്ളിൽ ഫുള്ള് ആ ഒരു ആംപ്ലിഫയർ ചെയ്യാനുള്ള ക്യാബിൻ മാറ്റി വെച്ച് അത് ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ബോക്സിൽ സെപ്പറേറ്റ് വെച്ചിരിക്കണം. കാരണം അപ്പോൾ നമുക്ക് അസംബ്ലി ചെയ്യുന്ന സമയത്ത് ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ 3 കാസറ്റ് ഡെക്കാണ് അസംബ്ലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മിക്സായി പോകാതിരിക്കാൻ മാറ്റി വെച്ചത്. അപ്പോൾ ഇത് നമ്മൾ ആക്ച്വലി ഒരു കാസറ്റ് ഡെക്കിനുള്ളതാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു മെക്കാനിസം എക്സ്ട്രാ ഉണ്ട്, ഒരു ഹെഡ് പ്രീം ബോർഡ് എക്സ്ട്രാ ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ ആംപ്ലിഫയർ തന്നെയാണ് ഈ കാസറ്റ് ഡെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സ്റ്റീരിയോ, അതായത് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നിങ്ങളൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ ഒരു കമ്പോണൻസ് എല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ ഒരുപാട് ലാഗ് അടുപ്പിക്കാൻ നമുക്ക് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും നമ്മുടെ ആംപ്ലിഫയർ ബോർഡായിരിക്കും. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് നമ്മുടെ ചാനൽ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ ഇട്ടിട്ടില്ല, കാരണം നമ്മൾ അസംബ്ലി ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് പൈസ ലാഭിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു അസംബ്ലിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പവർ സപ്ലൈ ചിലപ്പോൾ എക്സ്ട്രാ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ബേസ് ട്രിബിൾ, അതായത് ടോൺ കൺട്രോൾ ബോർഡ് എല്ലാം നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ച് സെറ്റ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇതിനകത്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് വെറും 660 രൂപ. ഇത് ഫ്ലിപ്കാർട്ടിലെ പ്രൈസാണ്. നിങ്ങൾ മീഷോ എന്ന് പറയുന്ന ആപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് 550, കാരണം ആദ്യത്തെ പർച്ചേസിന് 100 രൂപ ഓഫറുണ്ട്. അപ്പോൾ 550 രൂപയ്ക്ക് ഈ ഒരു ബോർഡ് കിട്ടും. ഈ ഒരു ബോർഡ് വാങ്ങിച്ചുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് BT ബോർഡ് വേണ്ട, പവർ സപ്ലൈ ബോർഡ് വേണ്ട, അതുപോലെ തന്നെ 5 വോൾട്ട് റെഗുലേറ്ററൈസ് സെപ്പറേറ്റ് ഇടണ്ട, എല്ലാം ഈ ഒരു ബോർഡിൽ തന്നെ ഉണ്ട്. പവർ സപ്ലൈ ഇവിടെ ഉണ്ട്, ബേസ് ട്രിബിൾ ഇവിടെ ഉണ്ട്, പിന്നെ നമ്മുടെ USB മോഡൽ ഞാൻ ജസ്റ്റ് അഴിച്ച് കാണിക്കാം. നമ്മളിതിൻ്റെ റിവ്യൂ ചെയ്തതാണ് ഓൾറെഡി, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാം. പിന്നെ ഓൾറെഡി വോളിയം കൺട്രോൾസ് എല്ലാം സോൾഡ് ആയിരിക്കും. നമ്മുടെ ക്യാബിനിലേക്ക് പിടിപ്പിച്ചാൽ മാത്രം മതി, എല്ലാം സോൾഡർ ചെയ്തായിരിക്കും വരുന്നത്. അതേപോലെ നമ്മുടെ USB പാനലിലേക്കുള്ള 5 വോൾട്ട് അതുപോലെ തന്നെ ഓഡിയോ ഇൻപുട്ട് എല്ലാം നമുക്ക് ജസ്റ്റ് പ്ലഗ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് സോൾഡറിങ് എന്നുള്ള പർപ്പസ് ഇവിടെ വരുന്നില്ല, കാരണം ഇവിടെ പവർ സപ്ലൈ നമ്മളത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക, ട്രാൻസ്ഫോമറിലേക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക, സ്പീക്കറും അതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കിയെല്ലാം ഓൾറെഡി സോൾഡഡ് ആണ്. 5 വോൾട്ട് ഉണ്ട്, 12 വോൾട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊരു പവർ സപ്ലൈ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഈ ഒരു ബോർഡിൽ തന്നെ നമുക്ക് പകുതി വർക്ക് കഴിയും. 660 രൂപ. അപ്പം ആംപ്ലിഫയറിൻ്റെ ബോർഡിന് 660 ആണ് ഈ ഒരു ബോർഡ് വെച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആവുന്നത്. അതല്ല നിങ്ങൾ വേറെ ബോർഡാണ് ചെയ്യുന്നതെങ്കിൽ ആംപ്ലിഫയറിൻ്റെ ബോർഡിന് മാത്രം നിങ്ങളൊരു 600, പിന്നെ BT ബോർഡിന് 250, പിന്നെ വോളിയം കൺട്രോൾ അങ്ങനെ വേറെ പ്രൈസ് പോകും. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പാർട്സ് ആയിട്ട് അസംബ്ലി ചെയ്യുകയാണെങ്കിൽ എത്ര ആകുന്നുള്ളത് അവിടെ പറയാം. അപ്പോൾ ഇതിനാവുന്നത് 660. ആംപ്ലിഫയർ ബോർഡ്, ടോൺ കൺട്രോൾ, പവർ സപ്ലൈ എല്ലാം കൂടി ചേർത്ത് 660 രൂപയാണ് ആകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് USB മൊഡ്യൂളാണ്. ഇതിപ്പോൾ നമ്മൾ ഹോൾസെയിൽ കടയിൽ നിന്നാണ് വാങ്ങിയത്. നമ്മൾ വാങ്ങിച്ച സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലുള്ളത്, കൊല്ലത്തുള്ള പ്രിൻസ് ഇലക്ട്രോണിക്സിൽ നിന്നാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ വാങ്ങിച്ചത്. പക്ഷേ ഈ ഒരു മൊഡ്യൂളിൽ നമുക്കിത് പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ ഫ്രണ്ട് പാനൽ പൊട്ടിപ്പോയിട്ടാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ നമുക്ക് പ്രശ്നമില്ല, കാരണം നമുക്ക് മൊഡ്യൂൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ആംപ്ലിഫയറിൽ നമുക്ക് അകത്താണ് വെക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 107 രൂപ, 100 രൂപ, 110 രൂപ മാക്സിമം. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ പ്രൈസ് പോയിട്ടില്ല. ചില കടകളിൽ 150, 250, 300 അങ്ങനെ പല റേഞ്ചിൽ നമുക്ക് കിട്ടാറുണ്ട്, പല ക്വാളിറ്റിയിലും കിട്ടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസാണ് ഞാൻ പറഞ്ഞത്. പല സ്ഥലത്തും പല റേറ്റാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 105, 107 രൂപ, ആ ഒരു റേഞ്ചാണ്. കറക്റ്റ് എനിക്കറിയത്തില്ല. 107 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഐറ്റമാണ് നമ്മുടെ
ഫാൻ എന്ന് പറയുന്നത് DC ആക്സിയൽ ഫാനാണ്. ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില എന്ന് പറയുന്നത് 60 രൂപയാണ്. സാധാരണ നമ്മുടെ കൂളിംഗ് ഫാനാണ്, അല്ലെങ്കിൽ എക്സോസ്റ്റ് ഫാൻ എന്ന് വിളിക്കാറുണ്ട്. ഇതാണ് എക്സോസ്റ്റ് ആണ്. ആക്ച്വലി ഇത് എക്സോസ്റ്റ് ഫാനാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ CPU-ലും അതുപോലെ തന്നെ SMBS-ലൊക്കെ കാണുന്ന ടൈപ്പ് എക്സോസ്റ്റ് ഫാനാണിത്. ഇതിലും നമുക്ക് പ്രൈസ് വരുന്നത് 60 രൂപയാണ്. ഇത് നമ്മൾ ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്, സെയിം ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പലയിടത്തും പല റേറ്റ് ആയിരിക്കാം, പക്ഷേ ഒരു 60 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. പിന്നെ വരുന്നത് ഒരു AC കേബിളാണ്. ഈ AC കേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 3 പിൻ ആണ്. നമ്മൾ 3 പിൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് എർത്തിങ് കിട്ടും, കുറച്ചുകൂടി പ്രൊട്ടക്ഷനാണ്. 2 ഇത് നമുക്ക് ഒരു പ്ലഗിൽ കുത്തിക്കഴിഞ്ഞാൽ ഇതവിടെ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും, ഇറങ്ങിപ്പോകത്തില്ല. പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കേബിളാണ്. കേജൊക്കെ ഉള്ളൊരു വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ എർത്തിങ് ഉള്ളത് ഉപയോഗിക്കാൻ മാക്സിമം നോക്കുക. പിന്നെ വരുന്ന ഐറ്റം എന്ന് പറയുന്നതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ബോർഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 24024 5 ആമ്പിയർ ട്രാൻസ്ഫോമറാണ്. ഇത് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ കാര്യത്തിലാണ് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത്. കാരണം പല പ്ലേസിലും പല റേറ്റാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമറിനായ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ടാപ്പിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതായത് ഇതിനകത്ത് 24024 5 ആമ്പിയർ മാത്രമേ ഉള്ളൂ, മറ്റ് ഔട്ട്പുട്ടുകളൊന്നുമില്ല. അതായത് സാധാരണ ഇങ്ങനെ വരുന്ന ട്രാൻസ്ഫോമറിൽ നമുക്കൊരു 18018 അതുപോലെ തന്നെ 12012 ഔട്ട്പുട്ടൊക്കെ കാണാറുണ്ടായിരുന്നു, ടാപ്പിംഗ് വരുന്നുണ്ട്. പക്ഷേ ഇത് ഫുൾ കോപ്പറാണ്. ആ കോപ്പറിൽ നമുക്ക് ഒരു പ്രൈമറി നമ്മുടെ ഇൻപുട്ട് ഇവിടെ, സെക്കൻഡറിയിൽ നമുക്ക് ഔട്ട്പുട്ട് 24 ഇതാണെന്ന് തോന്നുന്നു 0, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. 24024 5 ആമ്പിയർ ഇൻടോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ട്രാൻസ്ഫോമർ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 450 രൂപയാണ്. അപ്പോൾ നമ്മൾ ഈ സെയിം ബോർഡ് വെച്ചിട്ട് വേറൊരു ആംപ്ലിഫയറും ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ വാങ്ങിച്ച ട്രാൻസ്ഫോമറിനായത് 730 രൂപയാണ്. കാരണം അതിൽ നമുക്ക് ഒരു 12 വോൾട്ട് അതുപോലെ 18 വോൾട്ട് എല്ലാം ടാപ്പിംഗ് എക്സ്ട്രാ വരുന്നുണ്ട്. അതിൻ്റെ റേറ്റ് വ്യത്യാസം വന്നത് മാത്രമല്ല, ഇത് രണ്ട് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്, അതുകൊണ്ടാണ് ആ റേറ്റ് വ്യത്യാസം വരുന്നത്. ചില കടകളിൽ ആ സെയിം ട്രാൻസ്ഫോമറിന്, അതായത് ഞാൻ പറഞ്ഞ 730 രൂപ ട്രാൻസ്ഫോമറിന് 1350 1600 ഒക്കെയാണ് പറഞ്ഞത്. വേറൊരു കടയിൽ ചെന്ന സമയത്ത് ട്രാൻസ്ഫോമർ 24024 6 ആമ്പിയർ 1 ആമ്പിയർ അധികമായപ്പോഴത്തേന് അതിന് പറഞ്ഞ റേറ്റ് 1630 രൂപയാണ്. തൊട്ടിപ്പുറത്ത് കുറച്ച് ഒരു കിലോമീറ്റർ ഇല്ല, ഒരു 1/2 കിലോമീറ്റർ 1/4 കിലോമീറ്ററോളം തോന്നുന്നു, അടുത്തുള്ള കടകളിൽ ആ ഒരു കടയിൽ തന്നെ റേറ്റ് എന്ന് പറഞ്ഞാൽ 730. ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറിയുള്ള ഷോപ്പിൽ 1600 രൂപയാണ് റേറ്റ് പറഞ്ഞത്. അതിലും തൊട്ടടുത്തുള്ളൊരു കടയിൽ വന്നപ്പോൾ 1350 ആ റേഞ്ച്. അപ്പോൾ ട്രാൻസ്ഫോമറിന് പല റേറ്റാണ് പല സ്ഥലങ്ങളിലും വരുന്നത്. ഇപ്പോഴത്തെ നടക്കുന്ന ഏറ്റവും വലിയൊരു വില വ്യത്യാസമാണ് ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ കാര്യത്തിൽ. അപ്പം ട്രാൻസ്ഫോമറിന് ഇതിന് നമുക്കായത് 450 രൂപയാണ്. പിന്നെ ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു കിറ്റ് എന്ന് പറയുന്നത്. സ്ക്രൂ കിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഡെക്ക് ആക്സസറി കിറ്റ്, ഡെക്ക് കിറ്റ് എന്നൊക്കെ പല രീതിയിൽ നമ്മളിതിനെ വിളിക്കും. ബുഷ് കിറ്റ്, ഇവിടെ നമുക്ക് NB ബുഷ് കിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള നട്ട് ബോൾട്ട് സ്ക്രൂ വാഷർ, മെയിൻലി അതാണ്, വാഷറുണ്ട്. പിന്നെ ഇവിടെ ഒരു ബോർഡ് പൊക്കി വെക്കാനായിട്ടുള്ളൊരു ബുഷ് വരുന്നുണ്ട്. പിന്നെ അടിയിൽ ആംപ്ലിഫയറിൻ്റെ ക്യാബിൻ്റെ അടിയിൽ വെക്കുന്ന ബുഷ്, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഈ ഒരു പാക്കറ്റിൽ കിട്ടും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 രൂപയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ജെൻസ്റ്റാർ എന്ന് പറയുന്ന കമ്പനിയാണ്. ജെൻസ്റ്റാറിൻ്റെ സ്പീക്കറൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണ്. പിന്നെ പല കമ്പനികളും ഇത് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കിറ്റ് നമ്മൾ എന്തായാലും ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇവരവിടെ 60 രൂപ ഇട്ടിരിക്കും. നമ്മൾ വാങ്ങിച്ചത് ഹോൾസെയിൽ കടയിൽ നിന്നായതുകൊണ്ട് നമുക്ക് 40 രൂപയെ ഈ ഒരു കിറ്റിന് ആയിട്ടുള്ളൂ. MRP ഇതിൽ 60 രൂപയാണ്, നമുക്ക് 40 രൂപയാണ് പ്രൈസ്. ഇനി കുറച്ച് സാധനങ്ങളാണ് നമ്മൾ പീസ് അതായത് പാക്കറ്റിലൊന്നും അല്ലാതെ വാങ്ങിച്ചതാണ്. ഇത് നമ്മുടെ ഓക്സ് സോക്കറ്റാണ്, അതായത് RCA സോക്കറ്റ് എന്ന് പറയും, സ്റ്റീരിയോ RCA സോക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത്. ക്ഷമിക്കണം, 20 അല്ല 10 രൂപ. 10 രൂപയാണ് ഈ ഒരു RCA സോക്കറ്റിന് വരുന്നത്. നമ്മളിവിടെ ഇത് 2 എണ്ണം വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ഇന്ന് ലൈൻ ഔട്ട്, അതായത് ഓക്സ് ഇൻപുട്ട് DVD അങ്ങനെയുള്ള എന്തെങ്കിലും ഓക്സ് ഇൻപുട്ട് ഈ ആംപ്ലിഫയറിൽ കൊടുക്കാനും, അതേപോലെ തന്നെ ഇതിൻ്റെ ഓക്സ് അല്ല ലൈൻ ഔട്ട്പുട്ട്, അതായത് ഇതിനകത്ത് നമ്മൾ മെക്കാനിസം ഉണ്ട്, മെക്കാനിസത്തിൻ്റെയും അതുപോലെ തന്നെ USB ഏതാണോ നമ്മുടെ ഓഡിയോ ഇൻപുട്ട് അത് നമുക്ക് മറ്റ് ആംപ്ലിഫയറിലേക്ക് കൊടുക്കാനായിട്ടുള്ള ലൈൻ ഔട്ട്പുട്ട്. അതിനുവേണ്ടി നമ്മൾ 2 എണ്ണമാണ് നമ്മൾ ഈ ഒരു ക്യാബിനിൽ പിടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 രൂപ. ഈ ഒരു റേറ്റ് തന്നെ ആയിരിക്കും മിക്ക കടകളിലും വരുന്നത്. അതിന് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. മൈക്ക ഷീറ്റിൽ വരുന്ന പണ്ട് തൊട്ടേ ഇറങ്ങുന്ന ഒരു പ്രൊഡക്റ്റാണ്. 10 രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത്. പിന്നെ നമുക്ക് 5 വോൾട്ട് റെഗുലേറ്റർ IC, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു, കാരണം ഓൾറെഡി നമ്മുടെ ബോർഡിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ഓർക്കാതെ വാങ്ങിച്ചതാണ്.
10 രൂപ അല്ലെങ്കിൽ 8 രൂപയാണ് ഇത് 7805 എന്ന് പറയുന്നത്. 8 രൂപയാണ് പ്രൈസ്. 7805 റെഗുലേറ്റർ ഐസ്, 5 വോൾട്ട് റെഗുലേറ്റർ ഐ സി ആണ്. അപ്പോൾ നിങ്ങൾ വേറൊരു ബോർഡിലാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 5 വോൾട്ട് റെഗുലേറ്റർ ഐ സി ബോർഡിലുണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് വാങ്ങിച്ചാലേ പറ്റൂ. നമ്മളിവിടെ ഇൻപുട്ട് 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നമുക്ക് 5 വോൾട്ട് കിട്ടും. കോമൺ ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ 8 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നത് നമ്മൾ ഈ പാനൽ നമ്മുടെ ക്യാബിൻ്റെ അകത്താണ് വെക്കുന്നത്. കാരണം കാസറ്റ് ഡെക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പാനൽ വെക്കുന്ന ഒരു കാസറ്റ് ഡെക്കിൻ്റെ ഒരു പഴമ കളയുന്നത് കൊണ്ട് നമ്മൾ ക്യാബിൻ്റെ അകത്താണ് പാനൽ വെച്ചിട്ട് USB പോർട്ടും ഓക്സ് പോർട്ടും ഒക്കെ കൊടുക്കാനാണ് ഫ്രണ്ട് പാനൽ കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഫ്രണ്ട് പാനൽ കൊടുക്കാനുള്ള ഓക്സ് പോർട്ടാണ് ഈ കാണുന്നത്. അപ്പം അതായത് നമ്മുടെ 3.5 mm ഓക്സ് പോർട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന നോബാണ്. ഇത് മാസ്റ്റർ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള നോബാണ്. ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 130 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ടൈപ്പ് നോബ് ഇടണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് വലിയ നോബ് നോക്കി ചെന്നപ്പോൾ നമുക്ക് കിട്ടിയ നോബാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 130 രൂപയാണ്. പല റേറ്റിലുള്ളതുണ്ട്. അപ്പോൾ ഇത് 130 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ ചെറിയ നോബ് വരുന്നുണ്ട്, അതിന് 40 രൂപ 60 രൂപ വരുന്നുണ്ട്. അതായത് ഈ സൈസിൽ വരുന്നുള്ളൂ. അപ്പോൾ നമ്മളത് വാങ്ങാതെ ഈ ടൈപ്പ് നോബാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സാധാ നോബാണ്. ഇതിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. ഇതിൻ്റെ നോബ് എന്ന് പറഞ്ഞാൽ 4 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. കാരണം ഇത് ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതെല്ലാം പ്രിൻസ് ഇലക്ട്രോണിക്സിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് റേറ്റ് ഇത്രയും കുറഞ്ഞ് കിട്ടിയത്. 4 രൂപയാണ് ഈ ഒരു നോബിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു 4 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. എന്നാൽ 16 രൂപയാണ് നമുക്ക് അതിനകത്തായിട്ടുള്ളത്. പിന്നെ ഇവിടെ 2 കപ്പാസിറ്റർ കാണാൻ പറ്റും. ഇത് നിങ്ങളുടെ ഒരു കളക്ഷനിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം നമ്മളിത് വാങ്ങിയിട്ടുള്ളത് നമ്മുടെ ബോർഡിൻ്റെ കപ്പാസിറ്റർ മാറ്റാനായിട്ടാണ്. കാരണം ആ ഒരു ബോർഡിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അതിൽ കിടക്കുന്ന കപ്പാസിറ്ററിൻ്റെ വാല്യൂ വളരെ കുറവാണ്. നമ്മൾ ഈ 24 വോൾട്ട് കൊടുക്കാൻ പറ്റില്ല. 24 വോൾട്ട് കൊടുക്കാനായിട്ട് നമുക്കൊരു 50 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ഇടണം. അതുകൊണ്ടാണ് ആ ഒരു കപ്പാസിറ്റർ നമ്മൾ 2 എണ്ണം മാറാനായിട്ട് ഇതെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഒരെണ്ണത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 62 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില എന്ന് പറയുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആവശ്യം വരില്ല. പക്ഷേ ഈ ബോർഡാണ് ചെയ്യുന്നതെങ്കിൽ ഈ ബോർഡും അതേപോലെ ഈ ട്രാൻസ്ഫോമറും ആണെങ്കിൽ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഒരെണ്ണം 62 രൂപയാണ് പ്രൈസ് പറയുന്നത്. ഓക്കെ, ഈ ഒരു സെലക്ടർ സ്വിച്ചാണ്, സ്ലൈഡിങ് ടൈപ്പ് സെലക്ടർ സ്വിച്ചാണ് നമ്മൾ പിന്നീട് വാങ്ങിയത്. ഈ ഒരു സ്വിച്ചിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണിത്. കാരണം ഇത് 2 എണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ടേപ്പ് അല്ലെങ്കിൽ USB മൊഡ്യൂൾ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മെക്കാനിസം ഉണ്ട്. നമ്മൾ കാസറ്റ് ഡെക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ടേപ്പ് അല്ലെങ്കിൽ ഇത് നമ്മുടെ USB മൊഡ്യൂൾ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്വിച്ച്. പിന്നെ വരുന്നൊരു സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൽ എക്സ്ട്രാ ബേസ് ബോർഡ് ഇടുന്നുണ്ട്. നമ്മുടെ ചാനൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആംപ്ലിഫയറിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ചാണ്. അപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ബേസ് കയറി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്വിച്ച് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇത് വരുന്നത് നമ്മുടെ ഒരു പവർ സ്വിച്ചാണ്. ഈ പവർ സ്വിച്ച് നമുക്ക് അത്യാവശ്യം വോൾട്ട് ഹാൻഡിൽ ചെയ്യുന്ന ക്വാളിറ്റിയുള്ള ഒരു സ്വിച്ചാണ്. 4 ആംപിയറൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് 5 ആംപിയർ 10 ആംപിയർ കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. 10 ആംപിയറൊക്കെ നമുക്ക് കുഴപ്പമില്ലാണ്ട് ഓടും. അപ്പോൾ ഇതിൽ നമുക്ക് ഫേസ് ന്യൂട്രൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ നമ്മുടെ ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്നൊരു സ്വിച്ചാണ്. നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. 25 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം ഇതുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം ലുക്കും കിട്ടും ഈ ഒരു ആംപ്ലിഫയറിൽ. ഇപ്പം മിക്ക ആംപ്ലിഫയറിൽ ഈ ഒരു ടൈപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ റൗണ്ട് ഷേപ്പും ചെയ്യാറുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബ്ലാക്ക് സെൻസർ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മുടെ IR സെൻസറാണിത് നമ്മുടെ USB മൊഡ്യൂളിൽ വരുന്നത്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ USB മൊഡ്യൂൾ അകത്ത് വെക്കുന്നത് കൊണ്ട് ഈ IR റിസീവറും സെൻസർ അല്ലെങ്കിൽ റിസീവറും അതുപോലെ USB-യുടെ ഒരു പോർട്ടും നമ്മൾ ഈ ഒരു ക്യാബിലിൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് പിടിപ്പിക്കുന്നുണ്ട്. അത് ആ ഒരു ക്യാബിലിന് തന്നെ ലയിച്ചങ്ങ് ഇരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു എടുത്ത് കാണിക്കത്തില്ല ഇതൊരു കാസറ്റ് ഡെക്ക് അല്ല, പുതിയ മോഡൽ ടൈപ്പ് ആംപ്ലിഫയർ ആണെന്ന് തോന്നാത്ത രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാനൽ ഒഴിവാക്കി ഇത് നമ്മൾ പിടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെൻസറിൻ്റെ വില എന്ന് പറയുന്നത് 10 രൂപയാണ്. ഈ ഒരു സെൻസർ നമ്മൾ എടുക്കുക. കാരണം ആ ബോഡി നമുക്ക് സോൾഡർ ചെയ്ത് ഇളക്കുക എന്ന് പറയുമ്പോൾ ടാസ്ക് പരിപാടിയാണ്. അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് റിസ്ക് എടുക്കാതെ 10 രൂപയുടെ കേസിലുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം വാങ്ങിയത്. പിന്നെ വരുന്നത് USB സോക്കറ്റാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 3 രൂപയാണ്. ഇത് പല ടൈപ്പ് വരുന്നുണ്ട്. താഴേക്കിരിക്കുന്നതും ഇതിപ്പം ഡോട്ട് PCBയിലേക്ക് നമ്മൾ ഇങ്ങനെ പിടിപ്പിക്കുന്നതാണ്, വെർട്ടിക്കലായിട്ട് ഇരിക്കുന്നതാണ്. അപ്പം അതല്ലാതെ ഇങ്ങനെ താഴേക്ക് ലെഗ് വരുന്ന ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 3 രൂപയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. പിന്നെ നമ്മൾ കാസറ്റ് ഡെക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊരു മെക്കാനിസമാണ്. നമ്മൾ നോർത്ത് ഇന്ത്യൻ യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ്. 1300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം അതും അതിൻ്റെ കൂടെയുള്ള കമ്പോണൻസ് നമ്മളൊരു അതിൻ്റെ നോബ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്, ലെഗിൻ്റെ നോബ്. അതിന് 25 രൂപ ആയിട്ടുണ്ട്.
അപ്പോൾ അത് നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൽ നമ്മൾ ഈ പറയുന്ന വീഡിയോയിൽ നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ചെയ്യുന്നത് വേറെ, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറെ. അതുപോലെ നമ്മൾ വിട്ടുപോയൊരു കാര്യമാണ് LED VU മീറ്റർ എന്ന് പറയുന്നത്. പല റേറ്റിൽ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 400 രൂപ, 350 രൂപ, അങ്ങനെ പല റേറ്റിൽ നമുക്ക് LED VU മീറ്റർ അവൈലബിൾ ആണ്. 1600 രൂപ വരെയുള്ളതുണ്ട്. അപ്പോൾ 400 രൂപയുടെ ഒരു LED VU മീറ്റർ ആണെങ്കിൽ ഈ ഒരു മോഡലാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് മോഡ്സ് ഒക്കെ ഉണ്ട്. സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേയും കത്തുക, ലെഫ്റ്റ് ഇൻ റൈറ്റ്, റൈറ്റ് ലെഫ്റ്റ്, അങ്ങനെ പല രീതിയിൽ കത്തുന്നുണ്ട്. ഈ ഒരു ടൈപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ പഴയ ഡെക്കിലൊക്കെ വരുന്ന ടൈപ്പാണ്. അത് നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് ചിലപ്പോൾ എടുക്കാം. അല്ല, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 70, മാക്സിമം 100 രൂപയാണ് അതിനകത്ത് നമുക്ക് ചിലവാകുന്നത്. നമുക്ക് ഡോട്ട് PCB ഒക്കെ കയ്യിലാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്തെടുക്കുന്ന, നമ്മുടെ ഇരിക്കുന്ന ടൈപ്പാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതല്ല, കുറച്ചുകൂടി പ്രൊഫഷണലി വേണമെങ്കിൽ നമുക്കൊരു 400 രൂപ തൊട്ട് നമുക്ക് VU മീറ്റർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന ഒരു ഐറ്റമാണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 ചാനൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ്. നമ്മൾ സ്റ്റീരിയോ ആംപ്ലിഫയർ ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250 രൂപ തൊട്ട് മുകളിലേക്ക് പല പ്രൈസിൽ പലയിടത്ത് കിട്ടും. നമ്മൾ വാങ്ങിച്ച ഐറ്റത്തിന് 250 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും കമ്പോണൻസ് ആണ് നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ അസംബ്ലി ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഞാൻ ടോട്ടൽ കണക്ക് എടുത്തിട്ടില്ല. എല്ലാം കൂടി ഏകദേശം ഒരു 1500 ആ ഒരു റേഞ്ച് വരും. 1500 പുറത്ത് പോയല്ലോ. എന്തായാലും 2 രൂപയ്ക്കകത്ത് നമുക്ക് കമ്പോണൻസ് എല്ലാം കിട്ടും. 1700, ഓക്കെ, അങ്ങനെ പറയാം, 1700 പറയാം. 1700 രൂപയ്ക്ക് നമുക്ക് കമ്പോണൻസ് എല്ലാം കിട്ടി. ഒരു ക്യാബിനൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2500 രൂപയ്ക്കകത്ത് തന്നെ സർവീസ് ചാർജ് ഇല്ലെങ്കിൽ 2300 ആ ഒരു റേഞ്ചിൽ നമുക്കൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ബിഗിനേഴ്സിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. പല രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു ബോർഡ് എടുത്തതുകൊണ്ടാണ് ഇത്ര റേറ്റ് കുറഞ്ഞത്. വേറെ ബോർഡാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ എക്സ്ട്രാ BT ബോർഡ്, അങ്ങനെ അതിൻ്റെ വോളിയം കൺട്രോൾ സ്നോബ്, അതിൻ്റെ എല്ലാ റേറ്റ് നമ്മൾ കൂട്ടേണ്ടി വന്നേനെ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര വരും എന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ടാകാം, നിങ്ങൾ കാണുന്ന സമയത്ത് ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ STK ആംപ്ലിഫയർ ചെയ്യുന്ന സമയത്ത് എത്ര രൂപയാകും, എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നുള്ളതായിരിക്കും നമ്മൾ ആ ഒരു വീഡിയോയിൽ പറയുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. പ്രത്യേകിച്ച് ട്രാൻസ്ഫോമറിൻ്റെ പല റേറ്റിനെ പറ്റി ഞാനൊരു വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്, എങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.